പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ ചിലവന്മാരുടെ കമൻറ്റ് കണ്ട് ഞാൻ ചിരിച്ച് മരിച്ച്. ഇവന്മാരുടെ തലക്കകത്തൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളപ്പോൾ കമൻറ്റിൽ പറയുക, ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ഇവന്മാരുടെ തലക്കകത്ത് എന്തായിരിക്കും എന്നുള്ള കമൻറ്റിൽ പറയുക. അതായത് നമ്മുടെ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ തീ മഴയാണ്. അപ്പോൾ അവിടുത്തെ ഈ ജൂതന്മാരും ഇസ്രായേലുകളൊക്കെ ബങ്കർ നോക്കി ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇപ്പോൾ ഇന്ത്യക്കാർ ഓടുമ്പോൾ ഈ ജൂതന്മാർ എന്ത് ചെയ്യണമെന്നറിയോ? ഇന്ത്യക്കാരോട് പറയും, ഇത് ഞങ്ങളുടെ രാജ്യത്തുള്ള പൗരന്മാർക്ക് വേണ്ടി കെട്ടിവെച്ചാണ്, ഇതിന് നിങ്ങൾ കയറരുത് കുറേ തല്ലുന്ന് തുപ്പുന്ന് എന്തെല്ലാം ഉപദ്രവം ചെയ്യുന്നു പറയാം. എന്നിട്ട് അവരെ കയറാൻ വിടുന്നില്ല, ഭയങ്കര പ്രശ്നമാക്കുന്നത്. എന്നിട്ട് ഇവിടെ കിടന്ന ഊളകൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റർ എടുത്ത് കമൻറ്റ് അടിക്കുന്നു. അതേസമയം ഇറാനിൽ എന്ത് സംഭവിച്ചെന്നറിയോ? നമ്മുടെ ഇന്ത്യക്കാരായ പൗരന്മാർ ഇറാനിൽ കുടുങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കുകയാണ്, നിങ്ങൾ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ദയവ് ചെയ്ത് തുറന്നു തരണം, ഞങ്ങളുടെ ആൾക്കാർ രക്ഷപ്പെടുത്തിട്ട് പറഞ്ഞപ്പോൾ ഇറാനികൾ നിമിഷ നേരം കൊണ്ട് അതൊക്കെ തുറന്നു കൊടുത്ത്, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ തിരിച്ച് ഇന്ത്യക്ക് വരികയും ചെയ്ത് ഐ ലവ് യു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ചത് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നമ്മളോട് വളരെ കൃത്യമായിട്ട് ഇറാനികൾ നീതി പുലർത്തുന്നു നമ്മുടെ രാജ്യത്തിനോട്. അവിടെ ഇസ്രായേലികൾ നമ്മളോട് ഒരു നീതിയും പുലർത്തുന്നില്ല, പകരം നമ്മുടെ ഇന്ത്യക്കാരെ അപമാനിക്കുകയാണ്, ബങ്കറിൽ പോലും കയറാൻ പറ്റുന്നില്ല. ഇതിന് ഇവിടെ കടന്നിട്ട് ചില ഊളകൾ സപ്പോർട്ട് ചെയ്ത് ഈ ജൂതന്മാരെങ്ങനെയെന്നറിയോ? ഓരോ സ്ഥലവും പിടിച്ചെടുത്ത് നമ്മുടെ എല്ലാവരുടെ സ്വന്തമാക്കി മാറ്റും, എന്നിട്ട് നമ്മളെ അടിമയാക്കി വെക്കും. വർഷങ്ങളായിട്ട് അടിമയായിട്ട് കടന്നത് പോരാ നാറികളെ, ഇനിയും കിടക്കണം അവന്മാരുടെ പറയുന്നത് കേട്ടിട്ട്. എന്താ ചെയ്യുക? ഇങ്ങനെയും കുറേ ടീമുകൾ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക, ഞാൻ പറയുന്നത് കറക്റ്റല്ലേ?